11 പേരുടെ മരണത്തിന് കാരണമായ ബംഗളൂരുവിലെ RCBയുടെ വിജയാഘോഷ റാലി പോലീസ് അനുമതി നിഷേധിച്ച് ക്ലബ്ബ് സ്വയം തീരുമാനിച്ചതാണ് എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ഇത് പരമാവധി ആളുകളെ സ്റ്റേഡിയത്തിന് സമീപത്തെത്തിച്ചു. പോലീസിന് മുന്നൊരുക്കത്തിന് സമയം ലഭിച്ചില്ല. KV ശ്രീധരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീധരൻ, ഇതിപ്പോൾ എങ്ങനെയുണ്ടായ ദുരന്തമാണ് എന്നുള്ളതിൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ വരുന്നുണ്ട്. 35,000 പേർക്ക് ഉൾക്കൊള്ളാവുന്ന സ്റ്റേഡിയത്തിലേക്ക് 3 ലക്ഷത്തോളം പേർ ഇരച്ചെത്തുക. അപ്പോൾ വലിയൊരു ആൾബാഹുല്യം ഉണ്ടാകും. ഈ ഒരു പരിപാടി നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ തരത്തിൽ ക്രമീകരണങ്ങളിൽ വലിയൊരു ആശയക്കുഴപ്പം ഉണ്ടാകും എന്നുള്ളതുൾപ്പെടെ പലതും പോലീസ് നേരത്തെ തന്നെ മുൻകൂട്ടി അറിയിച്ചിരുന്നു. പക്ഷേ ഈ ആഘോഷ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയായിരുന്നു എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട്. അപ്പോൾ ഈ പിഴവ് ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതിൽ ഉൾപ്പെടെയുള്ള ഒരു വിശദമായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ ആവശ്യം. ശ്രീധരൻ, ഉമൈബാൻ, പിഴവ് സർക്കാർ സ്വയം തന്നെ വീഴ്ച പറ്റിയെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. ഏതായാലും ഇനിയിപ്പോൾ ഇതിന്റെ അന്വേഷണ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മജിസ്ട്രേറ്റ് തല അന്വേഷണം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായമൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചു. പക്ഷേ അതിൽ ഒതുങ്ങേണ്ടതല്ല, അല്ലെങ്കിൽ ഇതൊരു വിളിച്ചു വരുത്തിയ അപകടമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏറ്റവും പ്രധാനം 35,000 ഈ കാണുന്ന സ്റ്റേഡിയത്തിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി എന്നുള്ളത്. പക്ഷേ അതിൽ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നു. അതാണ് അപകടത്തിന് കാരണം. അതായത് 3 മുതൽ 4 ലക്ഷം വരെ ആളുകൾ ഈ വിധാൻ സൗദയിലും ഈ സ്റ്റേഡിയത്തിന് സമീപത്തുമായി എത്തിയിരുന്നു. ഈ സ്റ്റേഡിയത്തിന് മുന്നിൽ മാത്രം ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് അനൌദ്യോഗിക കണക്കുകൾ പുറത്തു വരുന്നത്. അതുതന്നെയാണ് ഈ വലിയ അപകടത്തിന് കാരണം. ഏതായാലും ഇന്നലെ അർദ്ധരാത്രി DK ശിവകുമാർ കൊടുത്ത ഒരു പ്രതികരണമുണ്ട്. അദ്ദേഹം പറയുന്നത് ഗേറ്റുകളിൽ ചിലത് അത് തകർന്നതാണ്, അല്ലെങ്കിൽ അത് തകരാൻ പോയതാണ് ഈ അപകടങ്ങൾക്ക് ഈ തിക്കും തിരക്കും ഉണ്ടാക്കിയത് എന്നുള്ള പ്രതികരണം DK ശിവകുമാർ നടത്തുന്നുണ്ട്. ഏതായാലും ഈ അപകടത്തിൻ്റെ അല്ലെങ്കിൽ ഇത്രയും വലിയ ആൾക്കൂട്ടം വന്നതിനെ സംബന്ധിച്ച് ഒരു കണക്ക് നോക്കണമെങ്കിൽ ഇന്നലെ മാത്രം ബംഗളൂരു മെട്രോയുടെ ഫുഡ് സ്റ്റെപ്പ് എന്നുള്ളത്, അല്ലെങ്കിൽ ബംഗളൂരു മെട്രോ ഉപയോഗിച്ചവരുടെ എണ്ണം എന്നുള്ളത് 8.9 ലക്ഷം ആളുകളാണ്. സാധാരണയിൽ എത്രയോ മടങ്ങ് വലുതാണ് ഇത്രയും ഈ ആളുകൾ ഈ മെട്രോയിൽ വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വലിയ തോതിൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായി മാത്രം നമുക്ക് അതിനെ എടുക്കാം. ഏതായാലും 33 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 17ഓളം പേർക്ക് നിസ്സാര പരിക്കുകൾ പറ്റിയ ആളുകളെയൊക്കെ മാറ്റി, അതായത് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ട്. 33ഓളം ആളുകൾ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. 11 പേരാണ് മരിച്ചത്. ഇവരുടെ വിവരങ്ങൾ ഇന്നലെ തന്നെ, ആരൊക്കെയാണ് മരിച്ചത് സംബന്ധിച്ച വിവരങ്ങൾ ഇന്നലെ തന്നെ പുറത്തു വരികയും ചെയ്തു. ഏതായാലും വലിയ ദുരന്തം, ഒഴിവാക്കപ്പെടാമായിരുന്ന ഒരു ദുരന്തം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. RCB അത് അനുമതി ലഭിക്കാതെ തന്നെ നടത്തിയ ഒരു ആഘോഷ പരിപാടിയായിരുന്നു എന്ന് പറയുമ്പോൾ RCBയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇത് സംബന്ധിച്ച് വന്നിട്ടുണ്ടോ? എന്താണ് അവർ നൽകുന്ന വിശദീകരണം ഇക്കാര്യത്തിൽ? അതായത് 11 പേരുടെ ജീവൻ നഷ്ടപ്പെടുക എന്നുള്ളത് പറയുമ്പോൾ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഈ പരിപാടിയുടെ സംഘാടകർക്ക് ഒരു തരത്തിലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല, കൈ കഴുകാനാകില്ല. അപ്പോൾ മറ്റാരുടെ മേത്തും ഇത് ചാരിക്കൊണ്ട് തങ്ങൾ നിരപരാധികളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണോ RCB നടത്തുന്നത്? മാത്രമല്ല, ഈ ദുരന്തം ഉണ്ടായ ശേഷവും RCB ഈ പരിപാടിയുമായി മുന്നോട്ട് പോവുകയും അതിന്റെ ആഘോഷ ചിത്രങ്ങളും ദൃശ്യങ്ങളും സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കുകയും പിന്നീട് ഇത് വിവാദമായപ്പോൾ പിൻവലിക്കുകയും ചെയ്യുന്ന സാഹചര്യം കൂടി നമ്മൾ കണ്ടു. ശ്രീധരൻ, തീർച്ചയായിട്ടും ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് RCB മാനേജ്മെന്റിനോ KCAക്കോ, കർണാടക ക്രിക്കറ്റ് അസോസിയേഷനോ പിന്മാറാൻ ആവില്ല. ഏതായാലും ഇന്നലെ രാവിലെ RCB പ്രഖ്യാപിക്കുകയാണ് വൈകിട്ട് വിജയാഘോഷ റാലി ഉണ്ടാകും എന്നുള്ള ഒരു പ്രഖ്യാപനം വരുന്നു. അതിന് പിന്നാലെയാണ് ബംഗളൂരു ട്രാഫിക് പോലീസിന്റെ ഒരു മറുപടി വരുന്നത്. ഇത്രയും വലിയ തിരക്കിനെ കൈകാര്യം ചെയ്യാൻ ഇത്രയും ചെറിയ സമയത്ത് സാധിക്കില്ല എന്ന് ബംഗളൂരു പോലീസ് വാർത്താക്കുറിപ്പിറക്കി. RCB മാനേജ്മെന്റ് അടുത്ത് തന്നെ വിക്ടറി റാലി
റാലി ഉണ്ടാവില്ല എന്ന് പോസ്റ്റ് ചെയ്യണം, സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യണമെന്ന് ബംഗളൂരു പോലീസ് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കാണുന്നത് വലിയ സമ്മർദ്ദം, ഈ വിജയാഘോഷ റാലി നടത്താൻ വലിയ സമ്മർദ്ദമാണ് സർക്കാരിന്റെ മേൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ പോലീസിന് മേൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഉച്ചയ്ക്ക് ശേഷം കാണുന്നത്. ഏതാണ്ട് 4 മണിയോട് കൂടിയാണ് RCBയുടെ ട്വിറ്റർ പേജിൽ വിജയാഘോഷ റാലിയുണ്ട്, പരമാവധി ആളുകൾ ഇവിടേക്ക് എത്തണം, ആരാധകർ എത്തിച്ചേരണം, RCBയുടെ സ്ട്രെങ്ത് കാണിക്കണം എന്ന് തുടങ്ങിയ തരത്തിലുള്ള ഒരു പോസ്റ്റ് വരുന്നത്. അങ്ങനെ തന്നെ വലിയ ആൾക്കൂട്ടം ഇവിടേക്ക് എത്തി. ആദ്യം വിജയാഘോഷ റാലി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു, പോലീസ് അനുമതി നിഷേധിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം RCB ഏകപക്ഷീയമായി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നുള്ള സൂചനകളാണ് നിലവിൽ പുറത്തു വരുന്നത്. ഏതായാലും കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും അതുപോലെ തന്നെ RCBക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല. അതുപോലെ തന്നെയാണ് സർക്കാർ സംവിധാനങ്ങളും. സർക്കാർ ഈ പരിപാടി എന്നുള്ളത് അവരുടെ സ്വന്തം പരിപാടി എന്നുള്ള രീതിയിൽ തന്നെയാണ് സർക്കാർ ഇതിനെ കണ്ടതും അതിന് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും നേരിട്ട് ഈ പരിപാടിയിൽ എത്തുകയും ചെയ്തത്. മറ്റൊരു വിമർശനം ഉയരുന്നത്, ഇത്രയും മരണം ഉണ്ടായി എന്നുള്ള വിവരം ലഭിച്ചതിന് ശേഷവും ഈ പരിപാടി ഈ കാണുന്ന സ്റ്റേഡിയത്തിനുള്ളിൽ തുടർന്നു എന്നുള്ളതാണ്. ആളുകൾ അതിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ആ പരിപാടിയിൽ ഉപമുഖ്യമന്ത്രി പങ്കെടുക്കുക കൂടി ചെയ്തതോടെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. ഏതായാലും സർക്കാർ ആദ്യം കൈകഴുകാനില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഈ ആളുകൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം നൽകി എന്നൊക്കെ സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്.